നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ നിന്നത് ജേക്കബ്സ് ഗാർഡൻ ഹോട്ടലിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ 12:30 മണിയായി. നമ്മുടെ ബസ് അവിടെ വന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. ലഞ്ചിന് ശേഷം നമ്മൾ നേരെ ദുബായ് മോളിലേക്ക് പോവാണ്. 2:30 മണിക്കാണ് നമുക്ക് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത് ബുർജ് ഖലീഫയിൽ 124ാമത്തെ ഫ്ലോറിലേക്ക് പോകാൻ. അതിനുശേഷം ദുബായ് മോളിൽ നമ്മൾ എന്താ പറയുക മ്യൂസിക്കൽ ഫൗണ്ടനെല്ലാം കണ്ടതിന് ശേഷം രാത്രി ദുബായ് ട്രീക്കിലൂടെ ഡിന്നർ കഴിഞ്ഞിട്ട് ഒരു 11 മണി കഴിയുമ്പോഴേ ഇവിടെ എത്തുള്ളൂ. സെറ്റാണ്, ചൂടൊന്നുമില്ല, ഒരു കൂൾ വെതറാണ് കേട്ടോ. ഇത് ദുബായിൽ തന്നെ മെയിനായിട്ടുള്ള ഒരു പ്ലേസിലാണ്, ലൊക്കേഷനിലാണ് ഇത് നിൽക്കുന്നത് ഈ ഹോട്ടൽ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നേരെ മുമ്പിൽ കാണുന്നതാണ് ജേക്കബ് ഗാർഡൻസ്. ഇവിടെയാണ് നമ്മൾ താമസിക്കുന്നത് ഈ 4 ദിവസം. അതെ, നമുക്ക് അല്ല ടൈം ഇനിയിപ്പോ അല്ലെങ്കിൽ ബുർജ് ഖലീഫയിൽ കയറി തിരിച്ചിറങ്ങുമ്പോൾ സമയം ഒരുപാട് വൈകും. അതുകൊണ്ടാണ് നമുക്ക് ടൈം ഉണ്ട്. അതിന് 2:30 എന്നുള്ളതാണ് നമുക്ക് ബുർജ് ഖലീഫയിൽ കയറേണ്ട ടൈം. അപ്പൊ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതാണ്. ലഞ്ച് ടൈം ഇപ്പോ നാട്ടില് നമുക്ക് ശരിക്കും 2:15 ഞങ്ങള് റെസ്റ്റോറൻറ്റിലെത്തി. ഖാന കസാന എന്നാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതിപ്പോൾ ഐബി സ്റ്റൈൽസിൻ്റെ ഒരു ഹോട്ടലുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നല്ല കൂൾ വെതറാട്ടോ. ഇത് ഐബി സ്റ്റൈൽസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഖാന ഖസാന. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും വിശക്കുന്നില്ല. പ്രസാദിനും അതെ, വിശപ്പില്ല ഇപ്പോൾ. എന്തൊക്കെയല്ലേ പ്രസാദ്? സ്റ്റീം റൈസാണ്, പിന്നെ ദാൽ കറി, ദാൽ തടുക്ക, പിന്നെ മിക്സ് വെജിറ്റബിൾ സബ്സി, പിന്നെ രസമുണ്ട്, പനീർ കടായി, ചിക്കൻ ഹോം സ്റ്റൈൽസ് കറിയുണ്ട്. ഓ, ഫിഷ് മസാല, ഗോവൻ ഫിഷ് മസാല, ഹലുവ, പിന്നെ കുറച്ച് സാലഡ്സ് ഉണ്ട്, പപ്പടം, തൈരുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഫസ്റ്റ് ലഞ്ച് ദുബായിൽ വന്നിട്ട്. അതെ, തൈരുമുണ്ട്. അപ്പോൾ അതല്ല, സമാധാനമായിട്ട് സമയം എടുത്ത് കഴിച്ചാൽ മതി. സമയമുണ്ട്. നമുക്കൊരു 1:45 പോയപ്പോൾ ഇവിടുന്ന് അല്ലേ, 1:05 ആവണമെന്ന്. 40 മിനിറ്റ് അല്ലേ കേട്ടോ. പക്ഷേട്ടോ സമയം എടുത്ത് പതുക്കെ കഴിച്ചാൽ മതി. സമയമുണ്ട്, വിശക്കട്ടെ. അല്ല, സമയമുണ്ടെന്ന് പറയാം. സമാധാനമായിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ വിശക്കട്ടെ ഒന്ന്. ബസ് സ്റ്റോപ്പാണ് ദുബായിലെ. AC. എൻ്റെ പേര് ഗോകുൽ എന്നാണ്. ഇന്നത്തെ ഒരു ദിവസത്തേക്ക് നിങ്ങൾക്ക് ടൂർ അസിസ്റ്റൻസ്, അതെ, അത് തന്നെയാണ് ഈ ടൂർ അസിസ്റ്റൻസ് ടൂർ ലീഡർ എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങൾ സഹിക്കേണ്ടത് തന്നെയാണ്. അതിൻ്റെ ഒരു വേറെ രീതിയിലെന്നുള്ളത് മാത്രമേ നമ്മൾ
ഇത് നെക്സ്റ്റ് ലെവൽ. നമ്മൾ മനുഷ്യർക്ക് ഏറ്റവും നല്ല രീതിയിൽ വികസിക്കാവുന്നതായിട്ടുള്ള എല്ലാ രീതിയിലും ഏറ്റവും നല്ല രീതിയിൽ ഉള്ള റിസോഴ്സുകൾ നന്നായിട്ട് ഇപ്പം ഈ സൈഡിൽ നിൽക്കുന്ന ചെടികൾ തന്നെ ഉണ്ടാതി. ഇവിടെ ഒരു കുളവുമില്ല, കായലുമില്ല, ഒരു നദിയുമില്ല, ഒന്നുമില്ല. നല്ല ഉപ്പ് കടൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കടൽ വെള്ളം എടുത്ത് ഡീസാലിനേറ്റ് ചെയ്ത് ആ വെള്ളം ഡീസാലിനേറ്റ് ചെയ്ത പ്യുവർ H2O, ആ ഡിസ്റ്റിൽഡ് വാട്ടർ വീണ്ടും മിനറലൈസ് ചെയ്യും. നമുക്ക് കുടിക്കാനും പാചകം ചെയ്യാനും നമ്മളുടെ ദൈനംദിന ഉപയോഗത്തിനുള്ള രീതിയിലാക്കി നമ്മളത് തരും. നമ്മളത് ബാത്റൂമിലും കിച്ചണിലും യൂസ് ചെയ്യുന്ന വെള്ളം മഴ പൈപ്പിലൂടെ റീസൈക്ലിംഗ് പ്ലാന്റ്സിൽ പോകും. ആ റീസൈക്കിൾ ചെയ്യുന്ന വെള്ളം 70% കൂടുതൽ ഉപയോഗിച്ചാണ് ഈ സൈഡിൽ കാണുന്ന ഈ പച്ചപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരു കുളം പോലും ഇല്ലാത്ത നാട്. നമുക്കോ ഉള്ളതിന്റെ പൂഴിമണലെല്ലാം എടുത്ത് സൈഡിലുള്ള മരവും വെട്ടി മാറ്റി ഉള്ളതിനെല്ലാം തുറന്നെടുത്തിട്ട് ഉള്ള 42 നദികളുണ്ട് കേരളത്തിൽ. 44 എന്നാ കണക്ക് എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ ഭാരതപ്പുഴയുടെ സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ തിട്ട ഏതാ മറ്റേ വെള്ളം എവിടായിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ മേല. ഇത് തന്നെ ഓരോ അടുത്ത് അവസ്ഥ. പക്ഷെ ഇവിടെ ഒരു മരം റോഡിൽ മുറിക്കണമെങ്കിൽ അതിന്റെ കറക്റ്റ് പെർമിഷനോ കാരണമില്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. പ്രകൃതിദത്തമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം കാറ്റിന് മരമൊക്കെ കടവഴി വീണു. അതുപോലെ മരം വെട്ടാൻ സമ്മതിക്കില്ല, ഉള്ള പച്ചപ്പ് നശിപ്പിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ദൈനംദിനം ഉപയോഗിക്കുന്ന ഈ വെള്ളം 70% അവർ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുന്നു. 2030 100% നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളവും റീസൈക്കിൾ ചെയ്യുന്നുള്ളതാണ്. ഇത് ഓരോ പ്രവർത്തനം ഈ വിഷൻ 2030 ഭാഗമായിട്ട് ചെയ്ത ഏറ്റവും വലിയ ഒരു സൗധമാണ് ഈ ബുർജ് ഖലീഫ. ഈ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഗിഫ്റ്റ്. ഒരു 5-6 കൊല്ലം മുമ്പ് കുറച്ച് ജേർണലിസ്റ്റ് ഇതാണെങ്കിൽ ബുർജ് ഖലീഫയൊക്കെ ഉദ്ഘാടനം ചെയ്തതിന് ശേഷം എല്ലാവരും കൂടി ഇവിടെ വന്നു. എന്നിട്ട് അവർ ഷെയ്ഖ് മുഹമ്മദിനോട് ചോദിച്ചു, എന്താണ് ഷെയ്ഖ്, നിങ്ങൾ എല്ലാത്തിനും ദുബായ് 1ാം സ്ഥാനത്തെത്തണം, അതിൽ ദുബായ് ടോപ്പായിരിക്കണം, ഇവിടെ ടോപ്പായിരിക്കണം, അവിടെ ടോപ്പായിരിക്കണം, എല്ലാം ടോപ്പ്, ബെസ്റ്റ് 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 ദുബായ്. എന്താണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, വേറെ ആർക്കൊന്നും വേണ്ടേ എന്ന് ചോദിച്ചു. ഇതിന് ഷെയ്ഖ് കൊടുത്ത ഉത്തരം എന്താണെന്ന് പറയുകയാണെങ്കിൽ ബുർജ് ഖലീഫ കണ്ടുവരും എൻ്റെ ഒരു ഗിഫ്റ്റ് പറയാം. The journalist asked His Highness Sheikh Mohammed bin Rashid Al Maktoum, why is that, sir? You want Dubai to be number 1 and the best in everything in the world? The Sheikh replied, dash. ദുബായ് എന്തുകൊണ്ടാകുന്നു എന്നാണ് ചോദിച്ചത്. ഷെയ്ഖിന്റെ നിർബന്ധം അതാണ്. എല്ലാത്തിനും ദുബായ് ഇതിനൊരു ചരിത്രമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സിറ്റി ടൂർ വരുന്ന ആരായിരിക്കും? എൻ്റെ ഒരു കൊളീഗായിരിക്കും. ഇതിന്റെ എല്ലാം മിഷൻ സ്റ്റാർട്ട് ചെയ്തത് എമിറേറ്റ്സ് എയർലൈൻസ് തുടങ്ങിയാണ്. ഈ ഷെയ്ഖ് ചിന്തിച്ചു, നമ്മൾ ഈ ദുബായിനെ ഒരു ബ്രാൻഡ് ആക്കണം, നമ്മളെ ആർക്കും അറിയത്തില്ല, ആൾക്കാരോട് വരുമ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടോന്ന്. ഇത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സിറ്റി ടൂറിൽ നമ്മൾ ഫോട്ടോ എടുക്കും. ഈ മനുഷ്യന്റെ ഒരു ദീർഘവീക്ഷണമാണ്. നമ്മളിപ്പോ പോകുന്ന ഷെയ്ഖ് സാദ് റോഡാണ്. എന്റെ കൊച്ചുകാലത്ത് ഞാനിവിടെ വന്നപ്പോഴേ ഇത് നമ്മുടെ പഞ്ചായത്ത് റോഡുമല്ല, 2 വരി റോഡായിരുന്നു. ഒരു വഴി അങ്ങോട്ടും ഒരു വഴി ഇങ്ങോട്ടും. ആ വഴി ദുബായിക്കും ഈ വഴി അബുദാബിക്കും. 90 ഷെയ്ഖ് സാദ് റോഡ് ഇവിടുത്തെ മെയിൻ ഹൈവേ ആണിത്. അങ്ങനെ അബുദാബി ഇതിലോട്ട് വരെ കണക്ഷൻ കിട്ടും. നമ്മൾ പറഞ്ഞു വന്നത്, ഷെയ്ഖ് മുഹമ്മദ് എമിറേറ്റ്സ് എയർലൈൻസ് തുടങ്ങുമ്പോഴത്തേക്ക് പുള്ളിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ UAE അല്ലെ GCC മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതിന്റെ കാരണം കാനഡ തൊട്ട് ഓസ്ട്രേലിയ വരെ പോകുന്നവർക്ക് ഒരു കറക്റ്റ് ട്രാൻസിറ്റ് പോയിന്റ്, യൂറോപ്പിൽ നിന്നാണെങ്കിലും തിരിച്ചിങ്ങോട്ടാണെങ്കിലും സിംഗപ്പൂരിൽ നിന്നാണെങ്കിലും ട്രാൻസിറ്റ് പോയിന്റായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത് അത് കഴിഞ്ഞ് ഒരു 3 ദിവസം ട്രാൻസിറ്റ് ആക്കി. പിന്നെ അത് 14 ദിവസം നിൽക്കാനുള്ള കൊടുത്ത്. പിന്നെ എന്തുകൊണ്ട് ഇവർ ഇവിടെ നിന്നൂടാന്നുള്ളതായി. പിന്നെ അദ്ദേഹത്തിന്റെ വീക്ഷണം കറക്റ്റായിട്ട് എത്തി. എന്തുകൊണ്ട് ഈ ലോകം എന്ന് പറഞ്ഞാൽ ദുബായ് ആയിക്കൂടാ? ലോകത്തിനെ കാണണമെങ്കിൽ ദുബായിലൂടെ കാണണം. ദുബായ് ലോകത്തിന്റെ കണ്ണാവണം. അതാണ് പുള്ളി ആഗ്രഹിച്ചത്. അതാണ് ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യന്റെ ദീർഘവീക്ഷണമാണ് അദ്ദേഹത്തിന്റെ എല്ലാവരും പറഞ്ഞു അത് അസാധ്യമാണ്, അതസാധ്യമാണ്, ഇതസാധ്യമാണ്, എല്ലാം സാധ്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ദുബായ് നമ്പർ 1? കറക്റ്റ് ഉത്തരം പറയും. What did His Highness Sheikh Mohammed reply? That is the tallest. I'll give you a gift for that. Different. ഷെയ്ഖിനോട് ചോദിച്ചു, എന്തുകൊണ്ട് സാറേ ഇതെല്ലാം എപ്പോഴും നിങ്ങൾ തന്നെ ഒന്നാമനാണോ? ഷെയ്ഖ് തിരിച്ചു ചോദിച്ചു, എന്തുകൊണ്ടായിക്കൂടാ?
ആ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഷേഖ് സായദ് റോഡിൽ കറക്റ്റായിട്ട് ഡൈവേർട്ട് ആയി പോയത്. ഒരൊറ്റ പോലീസ് വണ്ടി, ഒരൊറ്റ പോലീസുകാർ. നമ്മുടെ നാട്ടിലാണെങ്കിലും ഒരു വണ്ടി പോകാനായിട്ട് എത്ര മേമ്പടി വേണം. അതാ ഇവിടെ വരുമ്പോഴത്തേക്ക് വരും ആ മനുഷ്യന്റെ ചിന്താഗതിയും നമ്മുടെ നിങ്ങൾ നോക്ക്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും എക്സാജറേഷൻ ഉണ്ടോ എന്ന് നോക്ക്. ഇത്ര വൃത്തിയായിട്ടാണ് അവരിട്ടേക്കുന്നത്. നമ്മുടെ വീട്ടുമുറ്റത്ത് അങ്ങനെ കളയുമോ എന്നോണമെന്നല്ല. അതേപോലെ ഓരോ കാര്യങ്ങളും ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ബുർജ് ഖലീഫ ഏറ്റവും വലിയ കെട്ടിടം, 163 നില, 828.56 മീറ്റർ ഉയരം, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാരം വഹിക്കാൻ കഴിയുന്ന ലിഫ്റ്റുള്ള, സർവീസ് ലിഫ്റ്റുള്ള. മലയാളം അറിയാമോ? അറിയാമല്ലോ. ഇല്ല തമിഴ് ഓക്കേതാ. 5000 കിലോ, അതായത് 5 ടൺ ഭാരം വഹിച്ചുകൊണ്ട് ഏറ്റവും സ്പീഡിൽ പോകാൻ കഴിയുന്ന ലിഫ്റ്റ്, സർവീസ് ലിഫ്റ്റ് ഉള്ള കെട്ടിടമാണ് ബുർജ് ഖലീഫ. ലോകത്തിൽ ഏറ്റവും സ്പീഡിൽ നിങ്ങൾ പോകാൻ പോകുന്ന ലിഫ്റ്റ് ഉണ്ട്, 124 നില. 1 മിനിറ്റ് ദഹിക്കത്തില്ല. 53 മുതൽ 57 സെക്കൻഡാണ് ഇതിന്റെ സ്പീഡ്. നമ്മുടെ ഭാരം അനുസരിച്ച്. പക്ഷെ 1 മിനിറ്റ് വേണ്ട. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് നിങ്ങൾ പോകുന്ന നിലയിൽ നിന്ന് 124 നില എത്താൻ വേണ്ടി. അതേപോലെ അനേക റെക്കോർഡുകൾ. ഇതൊരു ത്രികോണ ഷേപ്പിലാണ് ഈ കെട്ടിടം നിൽക്കുന്നത്. നമ്മൾ കണ്ടാലേ അറിയാം. മേളിലോട്ട് ചെന്ന് ലാസ്റ്റ് കോണ അവസാനത്ത് ഒരു 6 മീറ്ററോളം ഒരു റോഡാണ്. അത് നൈസിനാടും. അതെന്ന് പറഞ്ഞാൽ അത് ഇതിന്റെ എർത്ത്ക്വേക്ക് പ്രൂഫ് ടെക്നോളജിയാണ്. അത് ഈ ആടി നിൽക്കും. നിലവിൽ ആസ് പെർ ടുഡേസ് ടെക്നോളജി ഇത് 100 years ലൈഫുള്ള ബിൽഡിംഗ് ആണ്. പിന്നെ ഇതിന്റെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിറ്റാണ് ബിൽഡിംഗ്. ആ ഒരു ലെവലിലേ നിർത്തത്തുള്ളൂ. ഒരിക്കലും 1% പോലും റിസ്ക് ഉണ്ടാകത്തക്ക രീതിയിൽ അവർ ചെയ്യില്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ബുർജ് ഖലീഫയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ദുബായ് മോളിലവിടെ എത്തി. നമ്മൾ നേരെ ബുർജ് ഖലീഫയിലേക്ക് പോവാണ്. സമയം 2:15 മണിക്കാണ് എനിക്ക് സ്ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ദുബായ് മോളിൻ്റെ ബേസ്മെൻറ്റിൽ കൂടെ ഞങ്ങൾ നടന്നു പോവാണ്. ഇതൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ദുബായിൽ വരുന്നതിനെ സംബന്ധിച്ചിട്ട് ശരിക്കും അത്ഭുതങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ലക്കിലൊക്കെ വണ്ടികളൊക്കെ ഉണ്ട്. അങ്ങനെ ബുർജ് ഖലീഫയുടെ എൻട്രൻസ് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. ഈ ബുർജ് ഖലീഫയിലേക്ക് കയറുന്ന സമയത്ത് പ്രോഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് കണ്ടോളൂ കേട്ടോ. അതേപോലെ ലഗേജസ് ഒന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കയറി വരുന്ന സമയത്ത് ഒരു ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മുടെ മൊബൈലും വാലറ്റൊക്കെ നമ്മൾ എക്സ്റേ മെഷീനിൽ കൂടെ കടത്തി വിടണം. അതിന് ശേഷമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക. അപ്പോൾ ഇപ്പോഴും നമ്മൾ നടന്ന ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. നല്ല ദൂരം നടക്കാനുണ്ട്. ഇങ്ങനെ ഇറങ്ങി എന്തായാലും ഭയങ്കര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. കാരണം അതിവിടെ എത്തി ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആൾക്കാർക്ക് എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ സാധിക്കുക. പിന്നെ ഒരു എസ്കലേറ്റർ. എത്ര
ടൂറിസ്റ്റുകളാണ് ഒരു ദിവസം വരണ്ട് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് 2010 തുടങ്ങിയ ഒരു ജൈത്ര യാത്രയാണ്. എന്തൊക്കെ ഉണ്ടെന്ന് അറിയാം ഇവിടെ, സ്കൈ ഡൈവിങ്, എന്തൊക്കെ സംഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ അവസാന ലിഫ്റ്റിൻ്റെ അടുത്ത് എത്താറായി. കണ്ടോ എത്ര സെക്കൻഡ്സിലാണ് 124th ഫ്ലോറിൽ വരെ എത്തുന്നത് എന്നുള്ളതാണ് കാണുന്നത്. കണ്ടോ 20 സെക്കൻഡ് ആയപ്പോൾ 156 മീറ്റേഴ്സ്. പറയണതിന് മുന്നേ മുകളിലേക്ക് പോയി കഴിഞ്ഞു. 30 സെക്കൻഡോട് 60 നിലയൊക്കെയാണ് എത്തുന്നത്. എന്താ സ്പീഡ് നോക്കി. സെക്കൻഡ് 124 ഫ്ലോർ എത്തി. എൻ്റെ പറക സംഭവം. അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിലേക്ക് കയറുകയാണ്. ഇതിൽ എത്ര പേർക്കാണ് കയറാൻ പറ്റുക എന്നുള്ളത് ഒരു പിടുത്തമില്ല. ഇതൊരു റിമാർക്കബിൾ എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിഫ്റ്റിലേക്ക് കയറി, അപ്പോൾ തന്നെ ലൈറ്റ് അവർ ഓഫ് ചെയ്യും. ഒരു ബ്ലൂ ലൈറ്റാണ് കത്തുക. എന്നിട്ട് എൻ്റെ മ്യൂസിക് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ആ സ്പീഡ് നമുക്ക് ഫീൽ ചെയ്യുമെന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ചെവി അടയും കുറച്ച് നേരം കഴിയുമ്പോൾ. 59 സെക്കൻഡാണ് ആപ്പാട് എടുത്തത് 124ാമത്തെ ഫ്ലോറിൽ നമ്മളെത്താൻ. 59 സെക്കൻഡ്. റിമാർക്കബിൾ. ഇതൊരു പൊളിക്കാഴ്ചയാണ്. ഇത് കണ്ട, അതെ, ഇങ്ങനെ നിൽക്കുമ്പോൾ കാലിങ്ങനെ തണുക്കുക. എന്താ ഒരു ഹൈറ്റിൽ അല്ലേ. നമ്മൾ മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഭംഗിയില്ലേ, നോക്കിയേ എന്ത് ഭംഗിയാ റോഡൊക്കെ കാണാൻ അല്ലേ, ബിൽഡിങ്ങുകളും. സ്റ്റേഡിയം തോന്നുന്നു. ഇത് നോക്കൂ, ട്വിൻ ടവർ, ഒരു പൂളായിട്ട് MR ഗ്രൂപ്പിൻ്റെ തന്നെ ഹെലിപാഡും. പക്ഷെ എന്താ അല്ലേ സംഭവം. ഇതൊരു എന്താ പറയുക, ഇത്രയും കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും വന്നപ്പോൾ ആദ്യം കാണുന്നൊരു ഫീലിംഗാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നുള്ള വാക്കല്ല ഇതല്ല, ശരി എന്താ പറയുക, ബുർജ് ഖലീഫയുടെ മുകളിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തോന്നുന്നൊരു ഫീലിംഗ് ഭയങ്കര ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു കാര്യമല്ലേ അല്ലേ. വെറും 2005 തുടങ്ങിയിട്ട് 2010 തീർന്നൊരു സംഭവം. അതിപ്പോഴും നിലനിൽക്കുന്നു. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഒരു വർഷം വന്ന് പോകുന്നത്. അന്നൊക്കെ ഇത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ക്ലീൻ ആയിട്ട് കിടക്കുന്ന ഒരു മൈറ്റി ബിൽഡിംഗ് ആണ്. നമ്മൾ തൊട്ട് താഴത്തെ നിലയിലേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോവാണ്. അതേപോലെ അപ്പൊ ഒന്ന് വൃത്തിയാക്കുന്നതാണല്ലോ. മെയിൻറ്റെയിനിങ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതൊരു ഓപ്പൺ ഏരിയയാണ്. നമ്മൾ നേരത്തെ കയറിയതിൻ്റെ 124 ഫ്ലോറിൻ്റെ തൊട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു ഓപ്പൺ സ്പേസ് ആണ്.
ദുബായ് മോളിലാണ്. ചുമ്മാ ദുബായ് മോളിൽ 1.5 മണിക്കൂർ പല പല കടകൾ കാണാം, അങ്ങനെ നടക്കും. എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടാൽ വാങ്ങിച്ച് കഴിക്കാം. ഇനിയിപ്പോൾ ഒരു 5:45 ആകുമ്പോഴേക്കും ഫൗണ്ടൻ്റെ അടുത്ത് എത്തിയാൽ മതി. മ്യൂസിക്കൽ ഫൗണ്ടൻ 6 മണിക്കാണ്. അപ്പോൾ അതൊരു സമയമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടന്നു വന്ന സമയത്ത് പൊളി ഐസ്ക്രീം വിൽക്കണ ഒരു ഷോപ്പ്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് അവർ നമ്മളെ വിളിക്കുന്നത് കേട്ടോ. കേക്കൊക്കെ ഉണ്ടല്ലോ, എന്തായാലും നല്ല അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ്, നല്ല സെറ്റപ്പ് ആയിരിക്കും. പക്ഷേ ആ 28 ദർഹത്തിൻ്റെ വളരെ ചെറുതായിരിക്കും കേട്ടോ. പക്ഷേ ഒരു ഡിസ്പ്ലേ ഒക്കെ നോക്കിയേ, നല്ല വെറൈറ്റിയുള്ള ഐസ്ക്രീംസ് അല്ലേ. വലിയൊരു ഏരിയ ഫുഡ് കോർട്ടാണ്. പിന്നെ ഇവിടെ നമ്മൾ നേരെ നടന്നിട്ട് ഒരു നില മുകളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്വേറിയം ഒക്കെ ആയി. ഇനിയിപ്പോൾ ഞാൻ ഇവരെല്ലാവരും കൊണ്ട് അക്വേറിയം കാണിക്കാൻ കൊണ്ടുപോവാണ് മുകളിലേക്ക്. ഇനിയിപ്പോൾ സമയം ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവരൊക്കെ പക്ഷെ കുറച്ച് നടന്ന് കുറച്ച് ക്ഷീണമായി, കാരണം കുറച്ചധികം നടക്കാനുണ്ടല്ലോ. പക്ഷെ അതൊക്കെ ആ സ്പിരിറ്റിൽ അങ്ങനെ നടക്കും, കാരണം വളരെ നല്ലൊരു എന്താ പറയുക കൂളായിട്ടുള്ള ക്ലൈമറ്റാണ്, നീറ്റ് ആൻഡ് ക്ലീനാണ്. അങ്ങനെ ഞങ്ങൾ നടന്ന് അക്വേറിയം എത്തി. ഇതൊരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. അനുഭവമാണ്, കാരണം ഈ അക്വേറിയത്തിന് വന്ന് സമയം പോണെന്ന് അറിയില്ല. വല്ല ഷാർക്കൊക്കെ എത്ര ഉണ്ടോയെന്ന് അറിയാമോ, തെരണ്ടി പിന്നെ മറ്റുള്ള മീനുകളൊക്കെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച. ഇത് ഫ്രീ ആണ് കേട്ടോ, അകത്തേക്ക് കയറണമെങ്കിൽ പൈസ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ വെളിയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് വളരെ ക്ലിയർ ആയിട്ട് എത്ര സമയം വേണമെങ്കിലും കാണാവുന്നതാണ്. അടിപൊളി അനുഭവമാണ്.
ദുബായ് മോളിൽ നിന്ന് നമ്മൾ തിരിച്ച് നേരെ പോകുന്നത് ഇനി ഡിന്നർ ക്രൂസാണ്. അപ്പോൾ ഇവിടെ നിന്നൊരു അരമണിക്കൂർ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിന്നർ ക്രൂസിൽ പുറപ്പെടുന്ന സ്ഥലത്തെത്തും. അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ബോട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ഇന്ന് കുറച്ച് ടയേർഡിങ് ഡേ തന്നെയാണ്. കാരണം ഇന്നാളെ നമ്മൾ പുറപ്പെട്ടു, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നല്ലൊരു അനുഭവമുള്ള ഒരു ഇതുവരെയുള്ള കാഴ്ചകൾ. ബസ് പാർക്കിങ്ങിലേക്ക് പോവുകയാണ്.